Hi guys, welcome to my channel Live with Google. ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ വ്ളോഗ് എന്ന് തന്നെ പറയാം, അത് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പേ എനിക്ക് യൂട്യൂബ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കുറച്ച് ട്രാവൽ വ്ളോഗിംഗ് ആണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രാവലിംഗ് കൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ട്രാവൽ വ്ളോഗിംഗ് ചെയ്യണമെന്നൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ വ്ളോഗിങ് മാത്രമല്ല, ഒരുപാട് വീഡിയോസ്, അതായത് റെസിപ്പി ആയാലും അതുപോലുള്ള ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ജേണൽ, പല ജേണലിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴികാട്ടിയതായിട്ടുള്ള ഒരു ബ്ലോഗർ, എൻ്റെ ഒരു സുഹൃത്തായിട്ടൊരു ബ്ലോഗറിനോട് ഞാൻ സജഷൻ കേട്ടപ്പോഴത്തേക്ക് നല്ല കാര്യമാണ്. പക്ഷേ അതനുസരിച്ച് പുള്ളി എനിക്ക് കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തന്നു. സോ ഞാൻ ഷെഡ്യൂൾഡ് ആക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനത്തെ ഷെഡ്യൂളിൽ നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്, ഒരു ഇൻട്രൊഡക്ഷൻ വ്ളോഗാണ്, ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ടുള്ള വ്ളോഗ്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷൻ, ജഡ്ജിക്കുന്ന് എന്ന് പറയും. അത് കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. അറിയാവുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് നമ്മൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, കം ഓൺ, ജോയിൻ വിത്ത് അസ്. നമ്മൾ പൊക്കോണ്ടിരുന്ന വഴിക്കാണ് എന്താ പറയാ, ഒരുപാട് പ്രശസ്തമായ വെള്ളായണിക്കായൽ. അപ്പം വെള്ളായണിക്കായലിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വ്ളോഗിങ് നമുക്ക് പിന്നീട് ഒരു ചെയ്യാം. ഇപ്പൊ നമ്മൾ വെള്ളായണിക്കായൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട് പോയാണ്. ഇത് വന്നിട്ട് വെള്ളായണിക്കായലിന്റെ ഒരു ഭാഗമായിരുന്നു ആക്ച്വലി. പക്ഷെ ഇപ്പം ഇതിവിടെ കാട് പിടിച്ച് കിടക്കും. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ശരിക്കുമുള്ള വെള്ളായണിക്കായലിന്റെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് ഒരുപാട് വശങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു കായലാണ്. അപ്പം ഒരുപാട് സൈറ്റുകളുണ്ട് വെള്ളായണിക്കായലിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് ചരിത്രമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിനെല്ലാത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് പിന്നീട് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അതിന്റെ ഒരു സൈഡില് മാത്രം. അപ്പം നമ്മൾ ഇനിയിപ്പം നേരെ പോകാൻ പോകുന്നത് ജഡ്ജിക്കുന്നിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, കം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്ന പാലം. ഈ പാലത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതിപ്പം പുതുക്കിയിട്ട് 1-2 മാസമായി. ഈ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല, എന്നാൽ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു പാലം തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരീടം എന്ന് പറയുന്ന ഒരു മൂവി ഏകദേശം അത് ഇറങ്ങിയിട്ട് 25-27 വർഷത്തോളമായി. ആ ഒരു മൂവിയുടെ പല ഭാഗങ്ങളും ഇവിടെ വെച്ചാണ് എടുത്തത്. ഇത് വളരെ പ്രശസ്തമായ കിരീടം പാലമാണ്. കിരീടം പാലം എന്നാണ് ആ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ ഒരു പാലം അറിയപ്പെട്ടത്. പിന്നീട് ഇത് ഭയങ്കര ജീർണിത അവസ്ഥയിലായി. പിന്നീട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ലാലേട്ടൻ വരെ ഉൾപ്പെട്ട് ഇത് പുനർനിർമ്മിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അറിയത്തില്ല സത്യമാണോ അല്ലേന്ന്. ഇപ്പൊ ഈ പാലം ശരിയാക്കിയിട്ടുണ്ട്, റീകൺസ്ട്രക്റ്റഡ് ആണ് പാലം ഫുള്ളി. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്ന് തോന്നി. ഇത് നമ്മള് വെള്ളായണി ദേവീക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു റോഡാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് കയറുന്നത്. ഇതുവഴി നമുക്ക് പുഞ്ചക്കരിയിലോട്ട് ആക്സസ് ചെയ്യാം, തിരുവല്ലത്തോട്ട് ആക്സസ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ഒരു വാട്ടർ കനാലാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന ഒരു കായലിന്റെ സൈഡിലായിട്ട് ഈ ഒരു പാലം. സോ ഇത് നിങ്ങൾ കാണിച്ചു തരണമെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അപ്പം ഗൈസ്, നമ്മൾ ജഡ്ജിക്കുന്നിന്റെ തൊട്ടടുത്തെത്തിക്കുകയാണ്. ആക്ച്വലി ജഡ്ജിക്കുന്ന് തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ജസ്റ്റ് നമുക്കറിയാം ഈ ഒരു ഹെയർ പിൻ പോലത്തെ ഒരു വഴി ഇങ്ങനെ കയറി പോകുമ്പോഴാണ് ജഡ്ജിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം നമ്മൾ അകത്തോട്ട് വരണം. 1-1.5 കിലോമീറ്ററോളം അകത്തോട്ട് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു സ്പോട്ട്. ഇതിപ്പോ നമുക്ക് പോകുന്ന വഴി കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണം. ഒരു ഓഫ് റോഡിന് പറ്റിയ ഒരു എന്താ പറയാ, ഒരു റോഡ് തന്നെയാണിത്. പിന്നെ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീനറി ആയിട്ടുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഓഫ് റോഡിന്റെ ഒപ്പം ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്കിങ്ങനെ ആസ്വദിച്ചു കൊടുക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പബ്ജിയിൽ ഷാൻഹോ ഒരു മാപ്പിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അച്ചടി പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് മേളിലോട്ട് പോവാം. അവിടെയാണ് ശരിക്കുള്ള വ്യൂ എന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, ചിലപ്പം എന്റെ മൊബൈൽ ക്യാമറയ്ക്കോ ഗോപ്രോയ്ക്കോ അത്രയും ദൂരത്തിലുള്ള വിഷ്വൽസ് ചിലപ്പം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അത് നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു വലിയ വ്യൂ കാണിച്ചു തരാം. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും നിങ്ങൾ ഉള്ള വ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്.
എന്തായാലും ഞാൻ വന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് തിരുവല്ലവും പുഞ്ചക്കരിക്ക് ഇടയ്ക്കുള്ള ഒരു പ്ലേസാണ് ജഡ്ജിക്കുന്ന് എന്ന് പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഒരുമിച്ച് ഒരു കൂട്ടത്തോടെയൊക്കെ നമുക്ക് വരാം. ഒറ്റയ്ക്ക് വരുന്നത് കുറച്ച് റിസ്കിയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിനെ പറ്റി പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. നമ്മളെന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇതാണ് മെയിൻ ഇവിടെ നിന്നുള്ള വ്യൂ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞാനിപ്പം ഇങ്ങോട്ട് എൻ്റർ ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ, ഇത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഗവൺമെന്റ് പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയുടെ വില്ല പ്രോജക്റ്റുകളോ ഡ്രോപ്പായ എന്തെങ്കിലും ആയിരിക്കാം. എനിക്കിതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാൻ അവിടെ വരാൻ തുടങ്ങിയ കാലം മുതൽ ഈ ഒരു ബിൽഡിങ്ങുകളുണ്ട്, അതിങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു പരിസരവും ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ അടിയിൽ കൂടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഹോട്ടലോ എന്തെങ്കിലും റിസോർട്ടോ വില്ലയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്ന വ്യൂ കാണിച്ചു തരാം. കമോ. അപ്പൊ ഇതാണ് എല്ലാവരും പറയുന്ന ജഡ്ജിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ഏറ്റവും വലത്തെ അറ്റത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ മൂക്കുന്നി മലയാണ്. മൂക്കുന്നി മലയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്. മൂക്കുന്നി മലയെ പറ്റി ഒരു വ്ളോഗ് നമുക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആയിരിക്കുന്നു. കാര്യം അതിന്റെ ഒരുപാട് സ്ഥലം ആർമിയുടെ അണ്ടറിലാണ്. ഒരുപാട് സ്ഥലം എന്താ പറയാ ഖനനമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയകളാണ്. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിന്റെ ഖനനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു ഭാഗം ഏകദേശം ചൂഴ്ന്നെടുത്തെന്ന് തന്നെ പറയാം. ആക്ച്വലി ഒരുപാട് ഭാഗം പോയിട്ടുണ്ട്, നടന്നു മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൂക്കുന്നി മലയുടെ ദൃശ്യമാണ് ഇനി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ആ ഒരു എന്താ പറയാ പ്രാവച്ചമ്പലം, അരിക്കടമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ അങ്ങ് കഴക്കൂട്ടം വരെയുള്ള വ്യൂ നമുക്കിവിടെ നിന്നാ കാണാം. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷം കുറച്ചുകൂടെ എന്താ പറയാ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നമ്മൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം നല്ല മഴ അത്യാവശ്യം ചാറുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആ ഭാഗത്തോട്ട് ചാറ്റിൽ മഴ കാണുമായിരിക്കാം. അപ്പം ആ ഒരു കാരണത്തിൽ കൊണ്ടാണ് നമുക്ക് അവിടുത്തെ വിഷൻ അത്ര പോസിബിൾ ആയിട്ട് കിട്ടാത്തത്. പിന്നെ നമുക്ക് ട്രിവാൻഡ്രം സിറ്റി പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫുൾ ബിൽഡിങ്സ് ആണ്, ഫുൾ ബിൽഡിങ്സ്. പക്ഷെ അത് അവിടെയും ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു എന്താ പറയാ അതിന്റെ ഒരു മനോഹരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എവർഗ്രീനാണ്. ഗാന്ധിജി എന്നെ സവിശേഷിപ്പിച്ചത് ഏകദേശം എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പൊ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ അവിടെ ഒരുപാട് ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് വിസിബിൾ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം ഏകദേശം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. പഴവങ്ങാടി അത് ഉൾപ്പെടുന്ന കിഴക്കേക്കോട്ട ഉൾപ്പെടുന്ന ഒരു പ്രദേശം. പിന്നെ ഇതിന്റെ ആ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വിഷൻ ക്ലിയർ അല്ല, നമുക്ക് വിഷൻ ക്ലിയർ അല്ല. പക്ഷെ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടാണ്. ആ എയർപോർട്ടിന്റെ സൈഡില് അറബിക്കടൽ, ശംഖുമുഖം, ആ ഒരു സ്ട്രെച്ച് ആണത്. അറബിക്കടലിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ ഒരു സൈഡില് എന്താ പറയാ ഒരു ലൈന് വിരിച്ചതുപോലെയാണ് അറബിക്കടൽ. ആ ഒരു ബീച്ച് ഒരു ലൈൻ ഇട്ടതുപോലെയാണ് പോയിരിക്കുന്നത്. അപ്പം ഇതാണ് ജഡ്ജിക്കുന്നിലെ പ്രധാന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചുറ്റും ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറ വശത്തോട്ട്, അതായത് ഏകദേശം വിഴിഞ്ഞ സ്ട്രെച്ചിലോട്ടുള്ള കാഴ്ചകൾ അത്രത്തോളം വിസിബിൾ അല്ലെങ്കിൽ കൂടി നമുക്ക് ഏകദേശം കാണാൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ വൈകിട്ട് സമയം ഒരു ഏകദേശം ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഇത്തിരി വെയിലുണ്ട്. നിങ്ങൾക്ക് ഒരു 4 മണിയോ 5 മണിയോ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയായിട്ട് ഭയങ്കര വലിയ എന്റർടൈൻമെന്റ് അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് സ്ഥലം കാണുക. ഇവിടെ അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ തന്നെയാണ്. കാര്യം ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റും പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഇത്തിരി ഉള്ളിലേക്ക് ആയതുകൊണ്ടും ഉള്ള കാര്യങ്ങളായിരിക്കും.
ഇതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ മറ്റൊരു വശം. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന റോഡ് ഒരു വശം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ഈ ഒരു കുന്നിന്റെ എക്സ്റ്റൻഷനാണ്. അത് ഭയങ്കര ഗ്രീനറി ആയിട്ടാണ് കിടക്കുന്നത്, കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ വന്ന വഴിയും അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് പ്രധാന അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് ഒരു സൈഡിൽ BNV സ്കൂൾ നമുക്ക് കാണാം. അതിന്റെ നേരെ കുറച്ചും കൂടെ അപ്പുറത്തായിട്ട് പിന്നെ കാണുന്ന അറബിക്കടൽ അങ്ങനെ വിരിഞ്ഞ് കിടക്കും പോലെ കിടക്കുക. പിന്നെ തിരുവല്ല മാറ് നമുക്ക് ഇതിനിടയിൽ കാണാൻ പറ്റും. അത് നേരിട്ട് ചെല്ലുന്നത് അറബിക്കടലിലേക്ക് തന്നെയാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. ആക്ച്വലി മുമ്പൊന്നും ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പം ആരോ ചെയ്തു വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലുള്ള സ്ഥലം. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ഫസ്റ്റ് വ്ലോഗാകാൻ കാര്യം. നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടെ എന്താണ് ഇരിക്കുന്നത്, ഒരു ഹിൽ സ്റ്റേഷൻ അല്ല എന്താണ് ഇരിക്കുന്നതെന്ന്. പക്ഷെ ഇത് ഒരു പൊട്ടൻഷ്യലുള്ള സ്ഥലം. ഇത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ KTDCയോ അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ശ്രദ്ധയിൽ ഇത് പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഫോളോ അപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുക. അതാണ് എനിക്ക് അധികാരികളോട് പറയാനായിട്ടുള്ളത്. കാര്യം അത്രത്തോളം പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ എന്ത് പറയാം, നേരത്തെ നമ്മളവിടെ കണ്ടതുപോലത്തെ ബിൽഡിങ്ങിലുള്ള ഡ്രോപ്ഡ് പ്രോജക്ട്സ് പിന്നെയും ആരംഭിക്കാൻ പറ്റും. പുതിയ പുതിയ റിസോർട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഹോട്ടൽ സെറ്റപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തിന് ഈവൻ ഇഫ് ഒരു ഗാർഡനിങ് സെറ്റപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാങ് ഔട്ട് പ്ലേസോ നമുക്ക് ചെയ്ത് കൂടാനില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. സോ ഇനി നമുക്ക് ഏകദേശം തിരിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ഇപ്പൊ ഞാൻ എന്റെ കണ്ണിലൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഞാനിവിടെ വന്നതിൽ കുറച്ചെങ്കിലും അർത്ഥം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാഴ്ച കാണാൻ പറ്റി. ആ ഒരു മേഘം നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്കത് എത്രത്തോളം വിസിബിൾ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊരു എന്താ പറയാ, ഒരു വലയം ഇട്ടാണ് ആ മേഘം സത്യം പറഞ്ഞ അവിടെ നിൽക്കുന്നത്. ഒരു റൗണ്ട് ചെയ്യുന്നത്, സിറ്റിയെ ഒരു തരത്തിൽ റൗണ്ട് ചെയ്തുകൊണ്ടാണ് ആ മേഘം അവിടെ നിൽക്കുന്നത്. അത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ടോന്നുള്ളത് എനിക്കറിയത്തില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഏകദേശമെങ്കിലും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം, എനിക്ക് എഡിറ്റിങ്ങിൽ തന്നെ ഒരുപാട് പിശകുകൾ വരാം. ഗോയിങ് അത് ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും പിന്നീട് എനിക്ക് അങ്ങോട്ടുള്ള വ്ളോഗുകൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനം. സോ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിനുള്ള വേറൊരു സ്പെഷ്യാലിറ്റി എന്നു വെച്ചാൽ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ഇവിടെ ഫ്ലൈറ്റ് പോകുന്നത് നിങ്ങൾ കാണണം. ഏകദേശം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ സൈഡിൽ എയർപോർട്ട് കാണിച്ചു തന്നു. ഇവിടുത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം താന്ന് പറക്കുമ്പോഴത്തേക്കും ഈ ഒരു വശം കവർ ചെയ്തുകൊണ്ടാണ് പറന്നു പോകുന്നത് പറഞ്ഞാൽ ഏകദേശം നമുക്ക് കണ്ണിൽ ഭയങ്കരമായിട്ട് അടുത്ത് വിസിബിൾ ആവുന്ന, ഭയങ്കര സൗണ്ടോടെ അത്രത്തോളം വിസിബിൾ ആവുന്ന ഒരു പ്ലേസ് ആണ്. അത് കാണാണ്ട ഒരു കാഴ്ച തന്നെയാണ്. എനിക്ക് നിങ്ങൾക്കത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്തോ എനിക്ക് ഞാൻ ഇവിടെ വന്ന സമയത്തൊന്നും ഫ്ലൈറ്റ് പോയില്ല. ഇനി മുമ്പ് വന്നതുപോലെ കാണാൻ പറ്റില്ലെന്നോ എനിക്കറിയത്തില്ല. അപ്പം ഈ ഒരു സ്ഥലമായിട്ട് ചുറ്റിപ്പറ്റി വേറൊരു അഭിമുഖമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കുള്ള ഒരു കഥയാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ തലയില്ലാതെ ഉടല് മാത്രമായിട്ട് ഒരു ജഡ്ജിയുടെ വേഷത്തിൽ ഒരാൾ സ്പോട്ടഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് അന്നൊരു കഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം ഞങ്ങളാരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി സ്കൂളിലെ ടീച്ചർമാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം, അതറിയത്തില്ല. എന്തായാലും വരുന്നവർ അതും കൂടെ മനസ്സിൽ വച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. കാര്യം ഞാൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല. ഇവിടെ വന്ന് എന്തെങ്കിലും ഇവിടെ പറ്റിപ്പോയാ അപ്പം വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ജോക്കായിട്ട് പറഞ്ഞതാണ്. അപ്പം എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇതും കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ജഡ്ജി കുന്നെന്നൊരു പേര് വന്നെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കഥ മാത്രം എനിക്കറിയത്തില്ല. കാര്യം ഇതിന് ചിലപ്പം ഹിസ്റ്ററികൾ കാണും. ഈ ഒരു സ്ഥലത്തിന് ഏകദേശം ഇതിന് അടുത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അവിടെ ഒരുപാട് ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോഴും പ്രോഗ്രസ്ഡ് ആവുന്ന ഒരു വലിയ സ്റ്റുഡിയോ ആണ്. കേരളത്തിൽ തന്നെ ഒരു വലിയ സ്റ്റുഡിയോ ആണ് അത്യാവശ്യം. പല പല റിയാലിറ്റി ഷോസും മറ്റുമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കാം, അറിയത്തില്ല. വോട്ടെവർ, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കാം. കാര്യം എന്ന് വെച്ചാൽ എനിക്കും വളരണ്ടേ.